ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായി ഒരു നാടൻ മീൻ കറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഏത് മീൻ വെച്ചും നമുക്ക് ഇതുപോലെ കറി തയ്യാറാക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ മീൻ കറി കൂട്ടിയിട്ട് ചോറുണ്ണാനും അതുപോലെ കപ്പ വേവിച്ചതെല്ലാം കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലും താഴ്ത്തി വെച്ചിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത ശേഷം ഉടനെ തന്നെ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി നമുക്ക് ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ മസാലപ്പൊടിയുടെ കൂടെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 3 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 വെളുത്തുള്ളിയും കൂടെയാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട്, അധികം വളരെ ലൂസായി പോകാതെ ഇതൊന്ന് ഒരു പേസ്റ്റ് പോലെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അതേസമയം ഉള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് അരയുകയും വേണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കടായിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് 1/4 ടീസ്പൂൺ ഉലുവയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 6-7 ചുവന്നുള്ളി കൂടെ, ഒരു 8 എണ്ണം വരെ നമുക്ക് ഉപയോഗിക്കാം. അത്രയും ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വഴന്ന് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ആ പൊടികൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ പൊടികളുടെ എല്ലാം ഒരു പച്ച ചുവ കാണും എങ്ങനെയായാലും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ തന്നെ വെച്ച് വേണം ഇത് വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് ഇതൊന്ന് ആവി വരും. അതേസമയം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് ഇത് കാണാം. ആ സമയത്താണെങ്കിൽ ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമുക്ക് അത് കരിയാതെ അത് വഴറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ മസാലക്കൂട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുടംപുളി ഒരു 3 കഷ്ണം ചൂടുള്ള വെള്ളത്തിൽ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മിക്സി കഴുകിയ ജാറിൽ ഉള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം രണ്ടും കൂടെ ഏകദേശം 1 കപ്പ് വെള്ളം കാണും. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 കിലോ മീൻ ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ തലഭാഗം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 350 ഗ്രാം മീനായിരിക്കും ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ കഷ്ണങ്ങളെ ആ ഗ്രേവിയിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ സമയത്ത് പുളിയും ഉപ്പുമൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നമുക്ക് അതിൻ്റെ ഗ്രേവി ഒന്ന് തൊട്ട് നാവിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇനി മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേണം നമ്മളിത് ആദ്യം നമുക്ക് വേവിക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ച് നേരം കൂടെ നമുക്കത് തിളച്ച് അതിലെ ഗ്രേവി ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കത് മീൻ അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമ്മൾ മൂടി വെക്കണം. ഇനി ആ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ആ വെളിച്ചെണ്ണയുടെയും
ഇട്ട് കൊടുത്ത കറിവേപ്പിലയുടെ എല്ലാ ഫ്ലേവർ ആ കറിയിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ കറിയെല്ലാം വളരെ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. കൂടാതെ ഇതുപോലെ ഒരു മീൻ കറി നിങ്ങൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. തണുത്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെയാണ് ആ മീൻ കറി ഇരിക്കുന്നത്. അതിൻ്റെ ഗ്രേവിയെല്ലാം നല്ല കുറുകിയതാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.